അപ്പൊ നമുക്കൊരു ഗെയിം തുടങ്ങിയാലോ? ഞാനൊരു അക്ഷരം പറയാം. ആ അക്ഷരത്തിൽ തുടങ്ങുന്ന ഞാനിപ്പോ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ആ അക്ഷരത്തിൽ വേണം നിങ്ങൾ അതിന് ആൻസർ പറയാം. ഓക്കെ, മനസ്സിലായോ ഗെയിം? ഞാനൊരു അക്ഷരം ഇപ്പൊ പേരാണ് ചോദിക്കുന്നെങ്കിൽ ആ അക്ഷരത്തിൽ പറയണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സ്ഥലം എല്ലാം ഞാൻ ചോദിക്കുന്നതിൽ ആ അക്ഷരത്തിൽ വേണം നിങ്ങൾ മറുപടി പറയാം. ഓക്കെ, അപ്പൊ രാഗിയോടാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോ നിന്റെ പേരെന്താണ്? അനിതയുടെ സ്ഥലം എവിടെയാ? ആര്യങ്കാട്. ആര്യങ്കാടിലെ അനിത ആര്യങ്കാട് എന്നല്ലേ പറഞ്ഞ ആയെന്നല്ലേ അക്ഷരം? ഓക്കെ, അടുത്ത് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഏതാ? ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ആപ്പിളാണ്. ഇഷ്ടപ്പെട്ട വാഹനം? ഇഷ്ടപ്പെട്ട വാഹനം ആമ്പൽ ബസ്. ആമ്പൽ ബസ്, പേരുള്ള ആമ്പൽ ബസ്. ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ? വെജിറ്റബിൾ ആണ് ഇഷ്ടപ്പെട്ടതല്ലേ. അങ്ങനെ ഇഷ്ടപ്പെട്ടെന്നൊക്കെ ചോദിച്ചാൽ രായിക്ക് ഒരേ ഒരു ട്രയലേ ഉള്ളൂ. ഇനി രായിക്ക് ട്രയൽ ഇല്ല. ജാനറ്റ്, ഇനി ജാനറ്റിന്റെ അടുത്ത് ഒരു ജാനറ്റ് ഔട്ടാണ്. ജാനറ്റിന് ട്രയൽ ഇല്ല. ജാനറ്റ് ഔട്ട്. ജാനറ്റ് പറഞ്ഞില്ലെങ്കിൽ ഓക്കെ. ജാനറ്റിന്റെ അടുത്ത അക്ഷരമാണ് ഇ. എന്റെ പേരെന്താണ്? ഇമ. ഇമ. ഇമ്മയുടെ സ്ഥലം എവിടെയാ? ഇഞ്ചിവിള. ഇഞ്ചിവിള. ഇഞ്ചിവിളയിലെ ഇമ. ഇമ്മക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ? ഫുഡ് ഇഞ്ചി അച്ചാറ്. ഇഞ്ചി അച്ചാറോ? ഓക്കെ. ഇഷ്ടപ്പെട്ട വാഹനം? ഇഞ്ചി ചവിട്ടി. അടുത്ത പ്രാർത്ഥനയോടാണ്. അടുത്ത ക്വസ്റ്റ്യൻ പ്രാർത്ഥനയുടെ അക്ഷരം. നിന്റെ പേരെന്താണ്? സനു. സനുവിന്റെ സ്ഥലം എവിടെയാ? സനുവിന്റെ സ്ഥലം പൂവാർ. അടുത്ത് മോളുടെ വന്നിട്ട് വായാണ്. ഓക്കെ. അടുത്ത് നിന്റെ പേരെന്താണ്? വാനത്തിന്റെ സ്ഥലം എവിടെയാ? വിഴിഞ്ഞം. വാന ഏത് സ്കൂളിലാ പഠിക്കുന്നേ? അപ്പൊ വാന ഏബലിനോടാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഏബലിന്റെ അക്ഷരം പായാണ്. ഏബലിന്റെ അക്ഷരം അടുത്ത് ഏബൽ ഔട്ടാണ്. അടുത്ത് നദാനാണ്. അടുത്ത് നദാൻ്റെത് നദാൻ നദാന്റെ പേരെന്താണ്? ശരി. ജയലക്ഷ്മി. ഓക്കെ. ജയലക്ഷ്മിയുടെ സ്ഥലം എവിടെയാണ്? ഓക്കെ, ജയ്പൂർ. ജയലക്ഷ്മി. ജയലക്ഷ്മിക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്താണ്? ഏബൽ മുതൽ കട്ട് ചെയ്താൽ